എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ സുപർണ. ഇന്നത്തെ ടോപ്പിക്ക് പുളിയിഞ്ചിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാൻ പോകാം. ഓക്കെ, നിങ്ങളെല്ലാവരും റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ പോകാം. നമുക്ക് പുളിങ്കറി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പുളി പിഴിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശർക്കര പാനിയുണ്ട്. പിന്നെ അതേപോലെ തന്നെ മുളക് അരിഞ്ഞു വെച്ചത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, കുറച്ച് ഉഴുന്ന പരിപ്പ്, കടുക്, വെളിച്ചെണ്ണ, ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് ഇതുണ്ടാക്കാം. ഞാൻ ആദ്യം ഒരു ചട്ടി വെച്ചിട്ട് ചൂടാക്കി. ചട്ടി വെച്ചു, വെളിച്ചെണ്ണ 2 സ്പൂൺ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിനകത്തേക്ക് കടുകിട്ടു. കടുകിട്ട് കഴിഞ്ഞ ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഒരു 2 സ്പൂണ് ഉഴുന്ന പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഒരു റെഡിഷ് കളറായിട്ട് വരണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഉഴുന്നുപരിപ്പ് എല്ലാവരും ഒന്നും ഉപയോഗിക്കില്ല കേട്ടോ. ഞാൻ പക്ഷേ പുളിയിഞ്ചി ഉണ്ടാക്കുമ്പം ഞാൻ ഉഴുന്നുപരിപ്പ് ഉപയോഗിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കടിക്കാനൊരു നല്ല ടേസ്റ്റാണ് അതിന്. അതുകൊണ്ടാണ്. അപ്പോൾ ഒരു വെറൈറ്റിയാണ്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. അതല്ല ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഉഴുന്നുപരിപ്പ് ഒഴിവാക്കിയിട്ട് സാധാ പോലെ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇത് കഴിഞ്ഞ് ഇതൊന്ന് റെഡ് കളറായി. അതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് നല്ലപോലെ ഒന്ന് നോക്കണം. അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് നല്ലപോലെ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ അതിലോട്ട് നമുക്ക് അരിഞ്ഞിരിക്കുന്ന ഈ മുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലപോലെ മുളകെല്ലാം വഴഞ്ഞു വരണം. അപ്പം നമ്മളെ ഈ മുളകും ഇതെല്ലാം കൂടെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്കിനി പുളി ഒഴിക്കാം. ഞാനിപ്പോൾ ഇതിലെടുത്ത് വെച്ചേക്കുന്ന പുളി ഇതിലേക്ക് ഒഴിച്ചു. ഇങ്ങോട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യമുള്ളവർക്കാണെങ്കിൽ കുറച്ച് ഇതുപോലെ തന്നെ മുളക് പൊടി ആഡ് ചെയ്യാം. ഒരു നുള്ള് ഉലുവപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ശർക്കര ഞാൻ പാനിയാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ള ശർക്കര ഒരു ലിക്വിഡ് പോലെയുള്ളതായിരുന്നു. ക്രീമി പരുവാണ്. അപ്പം നമുക്ക് കുറച്ച് വെള്ളം പോലെ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ആക്കിയിട്ട് ലിക്വിഡാക്കി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ മധുരം പോരാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കര കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് കുറുകി വരണം. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു
ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പം ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റിയാണ്. വേറെ ഒന്നും വേണ്ട. എനിക്ക് എത്ര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്യുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പം എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം.